ഒന്നര പതിറ്റാണ്ട് മുമ്പ് CPM-ൽ നിന്ന് പിടിച്ചെടുത്ത വടകര മണ്ഡലം നിലനിർത്താനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. എന്നാൽ ഇത്തവണ വടകരയിൽ ഇടതുമുന്നണി വിജയിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥി KK ശൈലജ. വടകരയിലെ ചൂടേറിയ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ KK ശൈലജ അമൃത ന്യൂസിനോടൊപ്പം ചേരുന്നു. വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ ഇടതുമുന്നണി ജയിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥി KK ശൈലജ. അതിനായുള്ള ഒരുക്കങ്ങളും പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകുകയാണ് ശൈലജ ടീച്ചർ. തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളും ആശങ്കകളും പങ്കുവയ്ക്കാൻ ടീച്ചർ നമ്മളോടൊപ്പം ചേരുന്നു. ടീച്ചർ, പ്രചരണ പരിപാടികളെല്ലാം എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നുണ്ട്. ജനങ്ങളെ കണ്ടും സ്ഥാപനങ്ങൾ സന്ദർശിച്ചും സാധാരണ നടത്തുന്ന ഇലക്ഷൻ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഞാനും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ 2 റൗണ്ട് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ അസംബ്ലി മണ്ഡലങ്ങളിൽ എത്തി എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ ചില സ്ഥാപനങ്ങൾ വിസിറ്റ് ചെയ്യുന്നു, ചില വ്യക്തികളെ കാണുന്നു, അങ്ങനെയെല്ലാം ഉള്ളൊരു വർക്കാണ്. വളരെ ആവേശകരമായിട്ടുള്ളൊരു അനുഭവമാണ് കാണുന്നത്. വടകരയിൽ LDF മുന്നോട്ട് വെക്കുന്ന വികസന നയങ്ങൾ എന്തൊക്കെയാണ്? ഈ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളാണ്. അതിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ കാർഷിക മേഖലയെ അഭിവൃദ്ധിപ്പെടുത്താൻ കഴിയുന്ന ഒട്ടേറെ പദ്ധതികൾ ചെറിയ ചെറിയ രീതിയിൽ ആരംഭിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ്. കുറ്റ്യാടി മേഖലയിലൊക്കെ നമുക്കത് കാണാൻ സാധിക്കും. ഞാൻ കരുതുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഉടനെ തന്നെ കാർഷിക മേഖലയിലെ എല്ലാവരെയും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ എല്ലാവരെയും വിളിച്ചു ചേർത്ത് ഒരു ചർച്ച നടത്തുകയും ഇതിനെന്താണ് പ്രതിവിധി, ഒരു MP എന്നുള്ള നിലയിൽ എനിക്കതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും. കേരള ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളായിട്ടുള്ള MLA-മാർ, ഇവിടെ ഒരു നിയോജക മണ്ഡലം ഒഴികെ ബാക്കിയെല്ലാം LDF MLA-മാരുമാണ്. മറ്റൊന്ന് കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടുന്ന ഒട്ടേറെ കാര്യങ്ങളാണ്. ഇപ്പോൾ റെയിൽവേ വികസനം, അപ്പോൾ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1-2 റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് വർക്ക് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനൊക്കെ അവഗണിക്കപ്പെട്ട് കിടക്കുകയാണെന്നാണ് കൊയിലാണ്ടിക്കാർ പറയുന്നത്. അപ്പോൾ ആ മേഖലയിൽ അത് വേണം. തലശ്ശേരി മൈസൂർ റെയിൽവേ, തലശ്ശേരി നഞ്ചൻകോട് റെയിൽവേ തുടങ്ങിയിട്ടുള്ള, നിലമ്പൂർ നഞ്ചൻകോട് പാത തുടങ്ങിയിട്ടുള്ള റെയിൽ പാതകളെക്കുറിച്ച് ജനങ്ങളുടെ ആഗ്രഹമുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനം നമ്മുടെ കുട്ടികൾ ഡിഗ്രി PG ഒക്കെ പഠിക്കുന്നവർക്ക് വിദേശ യൂണിവേഴ്സിറ്റികളുമായടക്കം ബന്ധപ്പെടാൻ കഴിയുന്ന അത്തരത്തിലൊരു ഗൈഡൻസ്, അതുപോലെ ഏത് തൊഴിലിലേക്ക് പ്രവേശിക്കാം, ഏത് സംരംഭത്തിലേക്ക് പ്രവേശിക്കാം, അങ്ങനെ ഒരു കരിയർ ഗൈഡൻസ് മണ്ഡലത്തിൻ്റെ അവിടെ കരിയർ ഗൈഡൻസ് സെൻറ്ററുകളൊക്കെ ഉണ്ട്. പക്ഷേ അവയെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു നല്ല കരിയർ ഗൈഡൻസ് കൊടുക്കാനും ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് കൊടുക്കാനും ഒക്കെ ആഗ്രഹമുണ്ട്. അതിനുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിക്കണമെന്ന് മനസ്സ് കാണുന്നുണ്ട്. ആരോഗ്യ മേഖലയിൽ അന്ന് ഞാൻ ഉള്ള സമയത്ത് കൊണ്ടുവന്നിട്ടുള്ള ഒട്ടേറെ പരിഷ്കാരങ്ങളുണ്ട്. അതിലൊന്ന് PHCകളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ്. വടകരക്ക് നമുക്ക് എടുത്തു പറയാവുന്ന, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതിനുവേണ്ടിയാണ് ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്, നിങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ മന്ത്രിയായപ്പോഴൊക്കെ ചെയ്തതുപോലെ ജനങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കും. മുരളീധരൻ ഇപ്പം വടകരയിൽ നിന്നും തൃശ്ശൂരിലേക്ക് പോയി, പകരം ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയായി വന്നു. ഈ ഒരു കോൺഗ്രസിൻ്റെ അപ്രതീക്ഷിതമായ നീക്കത്തെ എങ്ങനെ കാണുന്നു? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുരളീധരനായാലും ഷാഫി ആയാലും ഞങ്ങൾക്കൊരുപോലെ തന്നെയാണ്. ഞങ്ങൾ എതിർപക്ഷത്തെ സ്ഥാനാർത്ഥി ആരാന്ന് നോക്കുന്നില്ല. ഞങ്ങൾ എന്താണ് ചെയ്യുക, LDF ഗവൺമെൻറ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് ഒരു LDFൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ പാർലമെൻറ്റിലൊരു LDF മെമ്പർ എന്താണ് ചെയ്യേണ്ടത്, അതാണ്. ഞങ്ങൾ ഈ നാടിൻ്റെ മതേതരത്വത്തിനും ജനാധിപത്യത്തിനും വേണ്ടി നിലകൊള്ളും. പാർലമെൻറ്റിൽ ശക്തമായിട്ട് അത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കാൻ എല്ലാ LDF MP-മാരുടെ കൂടെ ഞാനും ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. അതിനിപ്പം എതിർപക്ഷത്തെ സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് ഞങ്ങൾക്കൊരു വിഷയമല്ലല്ലോ. ഞങ്ങൾ നേരെ സംവദിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളോടാണ്. അപ്പോൾ അപ്പുറത്ത് ആര് സ്ഥാനാർത്ഥിയായാലും നമുക്കിതേ പറയാനുള്ളൂ. പിന്നെ അവരെന്താണ് ഇങ്ങനെ ഒരു പെട്ടെന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട്, ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു മാറ്റം വരുത്തിയെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. മാറ്റം വരുത്തിയതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഷാഫി പറമ്പിൽ TPയുടെ സ്മൃതി മണ്ഡപത്തിൽ സന്ദർശിച്ചുകൊണ്ടാണ് ഈ പ്രചരണ പരിപാടികൾക്ക് എല്ലാം തുടക്കം കുറിച്ചത്. അപ്പം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ TP വധം ചർച്ചയാവുമെന്ന് തോന്നുന്നുണ്ടോ? നമ്മളിപ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നോക്കൂ, ഒരു മണ്ഡലം ഒഴികെ, വടകര ഒഴികെ ബാക്കി എല്ലായിടത്തും ഇടതുപക്ഷ മുന്നണിയാണ് വിജയിച്ചത്. ജനങ്ങൾ അങ്ങനെ മാത്രമാണ് ചിന്തിക്കുന്നതെങ്കിൽ അവിടെ അങ്ങനെ ഒരു അനുകൂല വിധി ഇടതുപക്ഷത്തിന് ഉണ്ടാവില്ലല്ലോ. ഷാഫിക്ക് ഇഷ്ടമുള്ളിടത്ത് പോകാം, അത് ചെയ്യാം, അതിനൊന്നും നമുക്ക് വിരോധമില്ല. അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണത്. പക്ഷേ ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യം, മതേതരത്വം, സുരക്ഷിതത്വം, വികസനം,
കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടുന്ന ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ, അതിനവിടെ സമ്മർദ്ദം ചെലുത്തുക, ഇതൊക്കെ ഇവിടെ നമ്മളെന്തൊക്കെ ചെയ്യണം, നമുക്കെന്തൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു മണ്ഡലത്തിൻ്റെ വികസന പ്രശ്നങ്ങളും ഈ നാടിൻ്റെ പ്രശ്നങ്ങളും മൊത്തത്തിൽ കേരളത്തിന് കിട്ടാനുള്ള പദ്ധതി വിഹിതം സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അത് അനുവദിപ്പിക്കുന്ന കാര്യത്തിൽ ഇടപെടുക, അങ്ങനെ കേരള ജനതയ്ക്ക് വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു അവസരമാണ് MP ആവുക എന്നുള്ളത്. അപ്പോൾ ഞങ്ങളത് തന്നെയാണ് പറയുന്നത്. ആ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യും. അതുകൊണ്ടാണല്ലോ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോടു കൂടി 7 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 6 ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്നത്. അതേപോലെ ഈ കോൺഗ്രസ്സിൽ ഉണ്ടാകുന്ന ഈ കൊഴിഞ്ഞുപോക്ക്, ഇപ്പോൾ ഉണ്ടാകുന്ന ഈ കൊഴിഞ്ഞുപോക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ഒരു നേട്ടമാകുമോ? കോൺഗ്രസ് തകരാൻ കാരണം കോൺഗ്രസിൻ്റെ നയം തന്നെയാണ്. അവർ ശരിയായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. എത്ര എളുപ്പമാണ് കോൺഗ്രസ്സിന് BJPയിലേക്ക് പോകാൻ എന്നുള്ളതാണ്. അവർ കൂറുമാറിയിട്ട് പോവുകയാണ്. ഗോവയിൽ അവിടുത്തെ ജനങ്ങൾ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്തിട്ടൊരു ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുത്തു കോൺഗ്രസിൻ്റെ. അവർ കൂറുമാറ്റ നിരോധന നിയമം പോലും ബാധിക്കാത്ത വിധത്തിൽ കൂട്ടത്തോടെ പോയി കളഞ്ഞു. അപ്പോൾ BJP ഗവൺമെൻറ് ഉണ്ടാക്കി അവിടെ. ഇപ്പോൾ ഇവിടെ കരുണാകരൻ്റെ മകൾ, ആൻ്റണിയുടെ മകൻ, അവരൊക്കെ പോകുന്നു. അവർ സ്വതന്ത്ര വ്യക്തികളാണ്. അവർക്ക് അവരുടെ രാഷ്ട്രീയം സ്വീകരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകർക്ക് BJPയിലേക്ക് പോകുന്നതിന് മടിയില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അത് ജനങ്ങൾ ഭയത്തോടെയാണ് നോക്കിക്കാണുന്നത് കോൺഗ്രസിൻ്റെ ഈ നീക്കം. അതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് പോകുന്ന MP മാർ LDF MP മാർ ആയിരിക്കാൻ ജനങ്ങൾ പരിശ്രമിക്കണം. ഞങ്ങളൊരു നല്ല ശക്തമായ ബ്ലോക്കായി കേരളത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളും എന്നുള്ളതാണ്. വടകര ലോക്സഭാ മണ്ഡലം എന്തായാലും ഇത്തവണ തങ്ങൾ തന്നെ നേടുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് LDFും സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചറും. ക്യാമറാമാൻ സനിൽകുമാറിനൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.